എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 25 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രൻ അങ്ങനെ മേഘങ്ങളെ, അതിഭയങ്കരങ്ങളായിട്ടുള്ള മേഘങ്ങളെ പറഞ്ഞേക്കണു. പ്രളയകാലത്ത് മാത്രം പെയ്യുന്ന മേഘങ്ങള് പറഞ്ഞേക്കാണ്. ഗോകുലം മുഴുവൻ നശിപ്പിക്കണം. ആ പശുക്കളെ, ആ ഗോപന്മാരെയും അവർക്ക് മനസ്സിലാവണം അഹങ്കാരം കൊണ്ടല്ലേ ഇതിങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞേക്കാണ്. അപ്പോ മേഘങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ അവർക്കറിയാം, ഇന്ദ്രനെ അറിയില്ലെങ്കിലും. അവര് മടിച്ചു നിൽക്കുന്നു. അവർക്ക് വല്ലാത്ത ഭയം. അപ്പൊ ഇന്ദ്രൻ പറയണു, നിങ്ങൾ പേടിക്കണ്ട, ഞാനും കൂടെ വരാം. എന്നാ പിന്നെ നിങ്ങക്ക് പേടിക്കണ്ടല്ലോ, ഒട്ടും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ഇന്ദ്രനും കൂടെ പോവാണ്. അത് പറഞ്ഞപ്പോഴാണ് അവര് സമ്മതിച്ചുള്ളൂ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. അഹം ചൈരാവതം നാഗം ആരുഹ്യാനുവ്രജേ വ്രജം മരുൽഗണേർമഹാവീരേ നന്ദഗോഷ്ഠജിഹാംസയാ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരിപാലിക്കുന്ന ഗോകുലത്തില് പ്രവേശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുക മേഘങ്ങള്. അവർക്കറിയാം ഭഗവാന്റെ മഹിമ, ഇന്ദ്രനെ അറിയില്ലെങ്കിലും. അവരിങ്ങനെ ഇന്ദ്രന്റെ ആജ്ഞ കേട്ടിട്ട് അനങ്ങാതെ നിൽക്കണം. കണ്ടിട്ട് ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, ഞാനും വരാം, നടന്നോളൂ. ശത്രുക്കളെ സംഹരിക്കാൻ തക്ക പരാക്രമത്താൽ പ്രസിദ്ധന്മാരായിരിക്കുന്ന മരുത്തുക്കളാകുന്ന ആ ദേവഗണങ്ങളോടുകൂടി നന്ദഗോകുലത്തെ സംഹരിക്കാനായിട്ട് ഞാനും വരുന്നുണ്ട്. ഐരാവതത്തിന്റെ പുറത്ത് കയറിയിട്ട് ഞാനും വരും. നിങ്ങൾ പിന്നാലെ ഞാനും ഉണ്ട്, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. കൊടുങ്കാറ്റുകളെ ജനിപ്പിക്കുന്ന എന്റെ ആൾക്കാരോടുകൂടി ഞാനും വരുന്നുണ്ട്, ഭയപ്പെടേണ്ട. ശ്രീശുക ഉവാച. ഇത്തം മഘവദാജ്ഞപദാ മേഘാ നിർമുക്തബന്ധനാ നന്ദഗോകുലമാസാരൈ പീഡയാമാസു ഓജസാ. ശ്രീശുഖബ്രഹ്മർഷി പറയണു, ഇങ്ങനെ ഇന്ദ്രൻ കൽപ്പിച്ചപ്പോ മേഘങ്ങളെ യഥേഷ്ടം വർഷിക്കാനായിട്ട് കെട്ടഴിച്ചങ്ങോട്ട് വിട്ടു ഇന്ദ്രൻ. ഇത്ര ഭയങ്കരമായ ഗർവിഷ്ഠന്മാരായിട്ടുള്ള ഈ പ്രളയകാല മേഘങ്ങളെ ഇതേവരെ ഇന്ദ്രൻ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പൊ കൽപ്പന കേട്ട ഉടനെ ഊക്കോടെ അങ്ങോട്ട് നന്ദഗോപുരത്തിൽ ചെന്നിട്ട് ധാരമുറിയാതെ അതിഭയങ്കര മഴ അങ്ങോട്ട് പെയ്ത് ഗോകുലത്തെ നശിപ്പിക്കാൻ തുടങ്ങി. ആദ്യം അവർക്ക് ഭയം തോന്നിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ സ്വാമിയും കൂടെ വരണ്ടെന്ന് അറിഞ്ഞപ്പോ ഭയമൊക്കെ നീങ്ങി ദുരഹങ്കാരികളായി. പിന്നെ അങ്ങോട്ട് തൂണ് പോലെയുള്ള മഴയാ വരണത്. വിദ്യോതമാനാ വിദ്യുൽഭി തനന്തസ്തനയിത്നുഭി തീവ്രേ മരുൽഗണേർന്നുന്നാ വവൃഷു ജലശർക്കരാ. മേഘങ്ങൾ എങ്ങനെയാ വർഷിച്ചത് എന്ന് പറയണം. അതിപ്രകാശമുള്ള മിന്നലുകൾ നിമിത്തം ഏറ്റവും പ്രകാശിച്ചും ഗംഭീരങ്ങളായ ഇട്ടികള് നിമിത്തം അത്യുച്ചത്തിൽ ഗർജിച്ചും ആ പ്രളയവായു സമൂഹങ്ങളാൽ അങ്ങനെ പ്രവഹിക്കാണ് പ്രളയവായു സമൂഹങ്ങൾ. അങ്ങനെ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രളയവായുവിന്റെ സമൂഹങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഘഗണങ്ങള് നന്ദഗോകുലത്തിലെ അതികഠിനമായ കല്ലാരി വർഷിച്ചു. കരിങ്കല്ലിങ്ങനെ വീഴുക, തൂണ് പോലെയുള്ള വെള്ളത്തിന്റെ കൂടെ കരിങ്കല്ലുകള്. സ്ഥൂണാസ്ഥൂലാ വർഷധാര മുഞ്ചൽ സ്വഭ്രേഷു അഭീഷ്ണശ ജലൗഘൈ പ്ലാവ്യമാനാഭുർനാദൃശ്യത നതോന്നതം. വലിയ സ്തംഭങ്ങളെ പോലെ തട്ടിച്ച ജലധാരകളെ മേഘങ്ങള് ഇടവിടാതെ അങ്ങോട്ട് വർഷിക്കാൻ തുടങ്ങി. ജലപ്രവാഹ നിമിത്തം ആ ഭൂമി മുഴുവൻ വെള്ളം മാത്രം. ഒരിടത്തും കുന്നുകളും കുഴികളും ഒന്നുമില്ല. അതൊന്നും കാണാൻ തന്നെ ഇല്ല. വെള്ളം
വെള്ളം വെള്ളം സർവത്ര. അത് മാത്രം. നമ്മുടെ പ്രളയം നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം ഊഹിക്കാം എങ്ങനെയാന്ന്. അല്ലെ, അന്നത്തെ മഴയും അതിനേക്കാളൊക്കെ എത്രയോ ഗംഭീരായിരുന്നു. അന്നത്തെ നമ്മുടെ മഴ തന്നെ എത്ര ഗംഭീരാണെന്ന് നമുക്കറിയാം അല്ലെ, പ്രളയം വന്നപ്പോ. പക്ഷെ അതിനേക്കാളൊക്കെ അതിഭയങ്കര മഴയാണ് ഗോകുലത്തില് പെയ്തത്. വെള്ളം എല്ലാ സ്ഥലത്തും ഇങ്ങനെ നിറഞ്ഞൊഴുകി തുടങ്ങിയപ്പോ ജലമയമായി ഭൂമി മുഴുവനും ജലം മാത്രം. അങ്ങനെയാണല്ലോ പ്രളയം. അത്യാസാരാധിവാദേന പശവോ ജാതവേപനാ ഗോപാ ഗോപ്യശ്ച ശീതാർത്ത ഗോവിന്ദം ശരണം. കഠോരമായ വർഷം കൊണ്ട്, സഹിക്കവയ്യാത്ത കാറ്റുകൊണ്ടും പശുക്കളും ഗോപന്മാരും ഗോപികളൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ച് ദുഃഖിതകളായിട്ട് കരയാൻ തുടങ്ങി. വ്രജത്തെ രക്ഷിക്കാൻ സമർത്ഥന ഭഗവാന് മാത്രമേ, ആ ശ്രീകൃഷ്ണന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ തന്നെ ഗോവിന്ദം ശരണം ചെയ്യും. ഗോവിന്ദന്റെ അടുത്തേക്ക് ഓടുകയാണ് എല്ലാവരും കൂടി. ശിരസുതാംശ്ചകായേന പ്രച്ഛാദ്യാസാര പീഡിതാ വേപമാനാ ഭഗവതാ പാദമൂലം ഉപായ. ആ പശുക്കൾക്ക് അവർക്ക് മിണ്ടാൻ വയ്യ. പക്ഷെ അവര് ഓടി വന്നിട്ട് ഭഗവാന്റെ സമീപത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആനയുടെ തുമ്പിക്കൈ പോലെ സ്ഥൂലങ്ങളായ ജലധാരകള് അങ്ങനെ ദേഹത്തിന് വീണിട്ട് ഏറ്റവും ദുഃഖിച്ച് വിറച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ ശിരസ്സുകളെയും പശുക്കുട്ടികളെയും തന്റെ ദേഹങ്ങൾ കൊണ്ട് തന്നെ അതികഷ്ടപ്പാടോടെ മറച്ചുകൊണ്ട്, അവർക്ക് പറ്റില്ലല്ലോ ഇത് മറയ്ക്കാൻ. വെള്ളം വന്നിങ്ങനെ മേത്ത് വന്നിങ്ങനെ വീഴുമ്പോ അത്ര ശക്തിയിലാണ് വീഴണത്. അവര് എല്ലാവരും പശുക്കളും പശുക്കുട്ടികളെയും കൂടിയിട്ട് ഭഗവാന്റെ കാലുമ്പല് ചെന്നങ്ങോട്ട് വീണു എന്ന് പറയുന്നത് പശുക്കള്. ദുരഹങ്കാരിയായ ഒരുവന്റെ ഐശ്വര്യ മതവും അധികാരഗർവവും നിമിത്തം ബലഹീനന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടാവസ്ഥ അത് തീർത്ത് രക്ഷിക്കാൻ ഭഗവാനല്ലാതെ മറ്റാരാളുള്ളത്? അത് ഈ പശുക്കൾക്കും കൂടി അവർക്ക് മനസ്സിലായി. ഈ ഭഗവാനെ, ഈ ഗോവിന്ദനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. വേറെ ആരോടും പറയാതെ ഓടി വരികയാണ് അവരെല്ലാവരും കൂടി. ഭഗവാൻ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ പാദത്തിൽ വന്നങ്ങട് നമസ്കരിക്കണ മാതിരി അവിടെ നിൽക്കണം. പശുക്കളും പശുക്കുട്ടികളും എല്ലാവരും ഗോപന്മാര് ഇതാ പ്രാർത്ഥിക്കണം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്ന കുപിതാൽ തവത്സല. ഭക്തന്മാരുടെ സർവ ദുഃഖങ്ങളും നിശേഷം നശിപ്പിക്കുന്ന ഹേ കൃഷ്ണ, എന്തും ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന ഹേ പ്രഭു, ഹേ ഭക്തവത്സല, അവിടുന്നാകുന്ന രക്ഷാധികാരിയോടുകൂടിയ ഈ പശുക്കളെയും ഞങ്ങളെയും കോപിച്ചിരിക്കുന്ന ദേവേന്ദ്രൻ ചെയ്യുന്ന ഘോര വർഷത്തിൽ നിന്ന് രക്ഷിക്കാൻ അവിടുന്ന് തന്നെ യോഗ്യനായി ഭവിക്കുന്നു. അവിടുത്തേക്കല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്. ഭഗവാന് മനസ്സിലായി ഇത് ഇന്ദ്രന്റെ പരിപാടിയാണെന്ന്. ആദ്യം തന്നെ അറിയാം ഇന്ദ്രൻ ദേഷ്യം വന്ന് എന്താ ചെയ്യാണെന്ന്. ദേഷ്യം വരും ഇന്ദ്രന്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കായിരുന്നു ഭഗവാൻ, എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. ശിലാവർഷ നിപാതേന ഹന്യമാനമചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിതേന്ദ്രകൃതം ഹരി. ഘോരമായിട്ടുള്ള ജലധാരയും കല്ലുകൊണ്ടുള്ള മാരി ഇതൊന്നും ഏറ്റിട്ട് സഹിക്കാൻ ശക്തിയില്ലാതെ വലഞ്ഞിരിക്കുന്ന ഈ പശുക്കളെ കണ്ടപ്പോഴാണ് കണ്ണന് ഏറ്റവും ദുഃഖം തോന്നിയത്. അതുപോലെ ഗോപി സമൂഹത്തെയും ദുഃഖം നിശേഷം നശിക്കത്തക്ക വിധം കരുണയോടുകൂടി നോക്കിയ ഭഗവാൻ. അവരെ കണ്ടപ്പോ വല്ലാത്ത ദുഃഖം തോന്നി, കരുണ തോന്നി. അങ്ങനെ കോപിച്ചിരിക്കുന്ന ഇന്ദ്രന്റെ പ്രവൃത്തി തന്നെ ഇത് എന്ന് നിശ്ചയിച്ചിട്ട് അതിനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഗോപന്മാരെ അറിയണതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഉപദ്രവിക്കും ഇന്ദ്രൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഏത് തരത്തിലാണെന്ന് അറിയാതിരിക്കുകയായിരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.